ഞാൻ ഈ അടുത്ത് സുബ്ഹാനല്ലാഹ് കുറച്ച് ആളുകൾ നീളക്കുപ്പായോട്ട് തലയെ കെട്ടും കെട്ടിയിട്ട് പാട്ടുപാടുന്ന ഒരു ക്ലിപ്പ് കണ്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സാധാരണ നിലക്ക് ഒരു സാധാരണക്കാരായ ചെറുപ്പക്കാര് പോലും പാടാൻ മടിക്കുന്ന, ഒരു മനുഷ്യന്മാരെ മുമ്പിൽ മനുഷ്യത്വമുള്ളവൻ പറയാൻ മടിക്കുന്ന വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് കല്യാണപ്പാട്ട് അത് പാടുന്ന സമയത്ത്, എന്നാൽ പണ്ഡിതന്മാർക്ക് ഒരു മാനക്കേട് വരണ്ടെന്ന് മനസ്സിലാക്കി ആ തലേക്കെട്ട് ഊരി വെച്ചിട്ട് അതേപോലെ കുപ്പായം ഊരി വെച്ച് വേണമെങ്കിൽ ഒരു ടീഷർട്ടും ഇട്ട് ഒരു പാന്റും എടുത്തിട്ടാണെങ്കിൽ പണ്ഡിതന്മാർക്ക് മാനക്കേടുണ്ടാവുകയില്ലായിരുന്നു. അതുപോലെ കല്യാണം കഴിക്കുന്ന ആൾക്ക് ബിരുദമുണ്ടെങ്കിൽ ആ ബിരുദം പറയാതിരുന്നെങ്കിൽ ആ ബിരുദമെടുത്ത പണ്ഡിതന്മാർക്കും മാനക്കേടുണ്ടാവുകയില്ലായിരുന്നു. എന്തേ നമ്മുടെ ആളുകൾക്ക് തീരെ തഖ്വയില്ലാതെയായി പോയത്? എന്തേ ആളുകൾക്ക് യാതൊരു ചിന്തയും ഇല്ലാതെയായി പോയത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഏത് സന്തോഷത്തിലും ഏത് ദുഃഖത്തിലും അല്ലാഹുവിനെ ഓർക്കുന്നവരാകണം. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗമുണ്ട്, അതിലേക്ക് നിങ്ങൾ ഓടി വരണം. അത് മുത്തഖീങ്ങൾക്ക് തയ്യാർ എന്നാണ് പറഞ്ഞത്. ഇന്ന് ബിരുദമെടുത്ത ആൾക്ക് എന്നല്ല, ഇന്ന സംഘടനയിലുള്ളവർക്ക് എന്നല്ല, ഇന്ന പേരുള്ളവർക്ക് എന്നല്ല. സ്വർഗം തയ്യാർ, മുത്തഖീങ്ങൾക്ക് സ്വർഗം തയ്യാർ. അവരുടെ സ്വഭാവം എന്താണ്? الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس. അവർ സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കും, ദുഃഖമുള്ള സമയത്തും ചെലവഴിക്കും. അതേപോലെ അവർ വെറുപ്പ് വന്നാൽ ആ വെറുപ്പ് പ്രകടിപ്പിക്കില്ല, അത് വിഴുങ്ങിക്കളിയും. والعافين عن الناس, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യും. വിശാലമായ മനസ്സുള്ളവർ, അങ്ങനെയുള്ളവർക്ക് സ്വർഗം തയ്യാർ എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് തഖ്വയുള്ളവരാകണം നമ്മൾ.